എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 28/4/2025 നടന്ന BFA പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ചോദ്യം: ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം: അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ 9ാമത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. 2017 ജനുവരി 1 സ്ഥാനമേറ്റത്. 2022 അദ്ദേഹം 2ാം തവണയും UN സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായി. പോർച്ചുഗീസ് സ്വദേശിയാണ് ഇദ്ദേഹം. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ പേര് ആന്റോണിയോ ഗുട്ടറസ്. അടുത്ത ചോദ്യം: സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഉത്തരം: കൊൽക്കത്ത. കരസേനയുടെ ഈസ്റ്റേൺ ആർമി കമാൻഡിൻ്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമാണ് വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. കൊൽക്കത്തയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഫോർട്ട് വില്യംസിനുള്ളിലെ കിച്ചണർ ഹൗസിനെ മനേക്ഷാ ഹൗസ് എന്നും മുമ്പ് സെയിൻറ്റ് ജോർജ് ഗേറ്റ് എന്നറിയപ്പെട്ടിരുന്ന സൗത്ത് ഗേറ്റിനെ ഇപ്പോൾ ശിവാജി ഗേറ്റ് എന്നും പുനർനാമകരണം ചെയ്തിരിക്കുന്നു. ഫോർട്ട് വില്യം അഥവാ വിജയ് ദുർഗ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. അടുത്ത ചോദ്യം: താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി? ഉത്തരം: പത്മ സുബ്രഹ്മണ്യം. 2024 പത്മവിഭൂഷൺ പുരസ്കാര ജേതാക്കളാണ് M. വെങ്കയ്യ നായിഡു, ചിരഞ്ജീവി, വൈജയന്തിമാല, പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പഥക് എന്നിവ. സുലഭ് ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകനായ ബിന്ദേശ്വർ പഥക്കിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. രാജ്യത്തെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അടുത്ത ചോദ്യം: 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഉത്തരം: സി വിജിൽ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ സംബന്ധിച്ച പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സി വിജിൽ ആപ്പ് ഉപയോഗിക്കുന്നു. സിറ്റിസൺ വിജിലൻറ്റ് എന്ന വാക്കിൻ്റെ ചുരുക്കമാണ് സി വിജിൽ. അടുത്ത ചോദ്യം: നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം: കിരൺ റിജ്ജു. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് കിരൺ റിജ്ജു. നിലവിലെ കേന്ദ്രമന്ത്രിസഭയിൽ പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷകാര്യം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. അടുത്ത ചോദ്യം: കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം: വി ശിവൻകുട്ടി. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. നിലവിൽ പൊതുവിദ്യാഭ്യാസം, തൊഴിൽ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ശിവൻകുട്ടി തന്നെയാണ്. അടുത്ത ചോദ്യം: കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? ഉത്തരം: രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ നിലവിലെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ് ഇദ്ദേഹം. മുൻ ബീഹാർ ഗവർണറാണ്. നിലവിലെ കേരള ഗവർണറുടെ പേര് വിശ്വനാഥ് ആർലേക്കർ. അടുത്ത ചോദ്യം: 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഉത്തരം: NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് NS മാധവൻ. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. പ്രധാന കൃതികളാണ് ഹിക്കിറ്റ, പഞ്ചകന്യകകൾ, ലണ്ടൻ ബത്തേരിയ ലുത്തിനകൾ എന്നിവ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മുട്ടത്തു വർക്കി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ഹിക്കിറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. അടുത്ത ചോദ്യം: ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഉത്തരം: അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 30 വയസ്സിൽ കൂടുതലുള്ള വ്യക്തികളിൽ രക്തസമ്മർദ്ദം, പ്രമേഹം, അമിതവണ്ണം എന്നിവയുണ്ടോ എന്ന് പരിശോധിക്കുക. അതുവഴി ജീവിതശൈലി രോഗങ്ങളെ തുടക്കത്തിലേ കണ്ടെത്തുക, നിയന്ത്രിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റു പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ധ്വനി പദ്ധതി: കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയവർക്ക് കേടുവന്ന ഉപകരണങ്ങൾ മാറ്റി പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വനി പദ്ധതി. ശ്രുതിമധുരം പദ്ധതി: വയോജനക്ഷേമം ലക്ഷ്യമാക്കി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശ്രുതിമധുരം.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 40% കൂടുതൽ കേൾവിക്കുറവുള്ളവർക്ക് ശ്രവണ സഹായം ഉപകരണം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാതോരം പദ്ധതി നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതാണ് കാതോരം പദ്ധതി. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം സൗദി അറേബ്യ. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു. ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, വരൾച്ച പ്രതിരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൗദി അറേബ്യ 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചു. 2025 ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം നൈജീരിയ. നൈജീരിയയാണ് MEN5CV വാക്സിൻ നിർമ്മിച്ച ആദ്യ രാജ്യം. അടുത്ത ചോദ്യം, ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏത്? ഉത്തരം ഇറ്റലി. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യമാണ് ഇറ്റലി. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തി ഇറ്റലിയിലെ വിവര സംരക്ഷണ അതോറിറ്റിയാണ് നടപടി സ്വീകരിച്ചത്. 2022 നവംബറിൽ അവതരിപ്പിക്കപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭാഷാ മോഡലാണ് ChatGPT. OpenAI എന്ന US കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. അടുത്ത ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര്? ഉത്തരം EV രാമകൃഷ്ണൻ. ഇന്ത്യൻ നോവൽ പശ്ചാത്തലത്തിൽ മലയാള നോവലുകളെ മുൻനിർത്തി ദേശീയതയുടെ പരിവേഷങ്ങളെയും നിഗൂഢവൽക്കരണങ്ങളെയും അപഗ്രഥിക്കുന്ന ഗ്രന്ഥമാണ് EV രാമകൃഷ്ണൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്നാണ് നൽകിയിട്ടുള്ളത്. യഥാർത്ഥ പേര് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നാണ്. ഈ ചോദ്യം ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. 28/4/2025 നടന്ന VFA പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തുടർന്ന് വരുന്ന PSC എക്സാമുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.